ഹലോ എവരി വൺ. എഞ്ചിനീയറിംഗ് സ്കിൽ ഡെസ്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനൊരു സർക്യൂട്ടിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നിന്നും നമ്മളൊരു ടോഗിൾ സ്വിച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഒരു ടോഗിൾ സ്വിച്ച് എങ്ങനെയാണ് ഡേറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് അഥവാ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇന്ന് നമ്മൾ അതേ ടോഗിൾ സ്വിച്ച് തന്നെ ഒരു 555 ഐ സി, അതായത് NE555 IC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ സി ഉണ്ട്. അതൊരു ടൈമർ ഐ സി ആണ്. ആ ടൈമർ ഐ സി ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആണ്. അപ്പോൾ ഈ സർക്യൂട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 555 IC പറ്റി മനസ്സിലാക്കിയിരിക്കണം. 555 IC പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം നമുക്ക് ആ ടോഗിൾ സ്വിച്ചിനെ പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ, സോ ടോഗിൾ സ്വിച്ച് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ടോഗിൾ സ്വിച്ച് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം. ടോഗിൾ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പൾസ്, അതായത് ഒരു 5 വോൾട്ടിൻ്റെയോ 3.3 വോൾട്ടിൻ്റെയോ ചെറിയൊരു പൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയ ഡിവൈസുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടാണ് ടോഗിൾ സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ടോഗിൾ സ്വിച്ച് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സർക്യൂട്ട് ഓൾറെഡി ഞാൻ ഡിസൈൻ ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് സിമുലേഷൻ ചെയ്തിട്ട് കൺഫേം ചെയ്യണം അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 555 IC ആണ്. നമുക്ക് ആദ്യമായിട്ടൊരു ബ്ലാങ്ക് വിൻഡോ ക്രിയേറ്റ് ചെയ്യാം. ബ്ലാങ്ക് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കൊരു 555 IC വേണം. 555 IC നമുക്ക് ലോഡ് ചെയ്യണം. അപ്പം അത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. യെസ്, ആ 555 ടൈമർ എന്നുള്ള ടൈമർ ഐസ് നമ്മൾ ആഡ് ചെയ്യുക. ടൈമർ ഐസ് ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒന്ന് രണ്ട് കപ്പാസിറ്ററുകളും റെസിസ്റ്റൻസുകളുമാണ്. അതായത് കുറച്ച് പാസീവ് ഇലക്ട്രോണിക്സ് കമ്പോണന്റുകളാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് റിക്വയർഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് 555 IC. ഓക്കെ, ഇതിൻ്റെ ഒരു ബേസിക് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ മൂന്നാമത്തെ പിന്നാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇൻപുട്ട് വോൾട്ടേജ് പവർ സപ്ലൈ കൊടുക്കുന്നത് 8th പിന്നിലും 8ാമത്തെ പിന്നിലും 4ാമത്തെ പിന്നിലും കൂടെയാണ്. അപ്പം നമുക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൂന്നാമത്തെ പിന്നാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അതിൻ്റെ പിൻ നമ്പേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇത് സിമുലേഷൻ്റെ ഇതാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി, എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സർക്യൂട്ട് ഡിസൈനിങ്. സോ ഔട്ട്പുട്ടിൽ നിന്ന് ഞാനൊരു റെസിസ്റ്റൻസ് കൊടുക്കുന്നു. 1K ohm റെസിസ്റ്റൻസ് ആണ്. കാരണം LED ഡാമേജ് ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1K ohm റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു LED ആഡ് ചെയ്യുന്നു, ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് പവർ സപ്ലൈ വേണം. സോ നമുക്കൊരു DC പവർ സപ്ലൈ ആഡ് ചെയ്യാം. 5 വോൾട്ട് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് റെസിസ്റ്റൻസുകളാണ്. നമ്മൾ ആദ്യം ഒരു റെസിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ടൊരു പൊട്ടൻഷ്യൽ ഡിവൈഡർ ക്രിയേറ്റ് ചെയ്യണം. ഒരു റെസിസ്റ്റൻസ്, രണ്ടാമത്തെ റെസിസ്റ്റൻസ്. സോ ഇതൊരു പൊട്ടൻഷ്യൽ ഡിവൈഡറായി. അതിനുശേഷം ഒരു ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ഈ പൊട്ടൻഷ്യൽ ഡിവൈഡറിൻ്റെ ഇവിടെ നിന്ന് നമുക്കൊരു സ്വിച്ച് ആഡ് ചെയ്യണം. ഒരു പുഷ് സ്വിച്ച് ആണ് ആഡ് ചെയ്യുന്നത്. സോ പുഷ് സ്വിച്ച് ആഡ് ചെയ്തു. അതിവിടെ കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു കപ്പാസിറ്റർ ആഡ് ചെയ്യണം. പിന്നെ ഗ്രൗണ്ട്. അതിനുശേഷം ഈ രണ്ടാമത്തെ പിന്നും ആറാമത്തെ പിന്നും തമ്മിൽ ഷോർട്ട് ചെയ്യുക. അതായത് ഡിസ്ചാർജും ട്രിഗറും. രണ്ടാമത്തെ പിന്നാണ് ട്രിഗർ, ഇത് ഡിസ്ചാർജ്. ഷോർട്ട് ചെയ്തു, ഇവിടോട്ട് കൊടുക്കുന്നു.
ഡിസ്ചാർജ് പിന്നെ ഈ ഒരു സർക്യൂട്ടിന് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഡിസ്ചാർജ് നമുക്ക് ഒഴിവാക്കാം. പകരം ത്രെഷോൾഡ് ആണ് വേണ്ടത്. സോ ത്രെഷോൾഡിനെ നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. അതിനുശേഷം കൺട്രോളും ഗ്രൗണ്ടും, ഈ കൺട്രോൾ പിന്നിൽ നിന്നും ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ച്, ഇത് ഉപയോഗിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ഗ്രൗണ്ട് ചെയ്യണം. ഇത് ഡയറക്റ്റ് ഗ്രൗണ്ട് തന്നെയാണ്. ഓക്കെ, സോ ഇതൊരു 0.1 മൈക്രോ ഫാരഡ് ആണ് കൊടുക്കേണ്ടത് ജനറൽ ആയിട്ട്. ഇതാണ് നമ്മളുടെ സർക്യൂട്ട്. ഇനി നമുക്ക് ഇത് 1K ആണ്, നമുക്കൊരു 10K ഇട്ട് കൊടുക്കാം. ഇതിനെയും 10K ഇട്ട് കൊടുക്കാം. സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 2.5 ആയിരിക്കും. അത് കാണിച്ചു തരാം. 2.5. സർക്യൂട്ട് നമുക്കൊന്ന് സിമുലേറ്റ് ചെയ്ത് നോക്കാം, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. LED ഓഫ് ആണ്. വർക്ക് ചെയ്യുന്നില്ല. സോ എവിടെയാണ് ഇതിന്റെ മിസ്റ്റേക്ക് എന്ന് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാം. റീസെറ്റ് നമ്മളിവിടെ ഗ്രൗണ്ടിലേക്ക് കൊടുത്തിട്ടില്ല, അതൊരു വിഷയമാണ്. സോറി, റീസെറ്റ് നമ്മൾ സപ്ലൈയിലേക്ക് കൊടുത്തിട്ടില്ല. റീസെറ്റിൽ നെഗറ്റീവ് പൾസ് ആണ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യത്തില്ല. ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യുന്നില്ല. Resistance value 100K. Still it's not working. വർക്ക് ചെയ്യാത്തതിന് കാരണം നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തിട്ടില്ല. ഫീഡ്ബാക്ക് ആണ് കൊടുക്കേണ്ടത്. അതായത് ഔട്ട്പുട്ടിൽ നിന്നും ഔട്ട്പുട്ടിന്റെ സ്റ്റേജ്, ഔട്ട്പുട്ട് ഏത് സ്റ്റേജിലാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കണം. അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. അപ്പം നമ്മൾ ആ ഫീഡ്ബാക്ക് കൂടെ നമ്മൾ ഇവിടോട്ട് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് എത്ര ആവുന്നതായിട്ട് കുറച്ചുകൂടി നമുക്ക് മേപ്പോട്ട് വെക്കാം. ഓക്കെ, റൈറ്റ് നൗ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. സ്റ്റിൽ ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തായിരുന്നു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിഷ്യലി ആ റീസെറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. രണ്ടാമത് നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂ ഹയർ ആയിരുന്നു ഇട്ടിരുന്നത്, അതുകൊണ്ടായിരുന്നു അത് വർക്ക് ചെയ്യാഞ്ഞത്. നമ്മൾ 100Kയിൽ നിന്നും 100 ഓമിലോട്ട് മാറ്റിയപ്പോഴത്തേക്കും സംഗതി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം നേരത്തെ പറഞ്ഞത് കൂട്ട് തന്നെ ഇത് തേർഡ് പിൻ ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ടിലാണ് നമ്മൾ LED കണക്ട് ചെയ്തിരിക്കുന്നത്. LED-യിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് വളരെ പിക്കോ ആംപിയർ റേറ്റിലുള്ള കറണ്ടാണ് LED-യിലൂടെ ഒഴുകുന്നത്. 1 മിനിറ്റ്. ഓക്കെ, 3.3 മില്ലി ആംപ്സ് കറണ്ടാണ് LED-യിലൂടെ ഒഴുകുന്നത്. വോൾട്ടേജ് 1.7 വോൾട്ട് ആണ്. സോ നമ്മൾ ഈ സ്വിച്ച് ഒന്ന് 1 പ്രസ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് ഓൺ ആവുകയും വീണ്ടും പ്രസ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് ഓഫ് ആവുകയും ചെയ്യും. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഔട്ട്പുട്ട് ആണ് ഇത് മൂന്നാമത്തെ പിൻ. ഒരു 555 ICയുടെ ഔട്ട്പുട്ട് ആണ് മൂന്നാമത്തെ പിന്ന്. റീസെറ്റ് പിൻ എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിന്നിലേക്ക് 2 അതായത് നെഗറ്റീവ് വോൾട്ടേജ് വരികയാണെങ്കിൽ, നെഗറ്റീവ് പൾസ് വരികയാണെങ്കിൽ ഈ IC ഫുൾ ആയിട്ട് റീസെറ്റ് ആവും, ഫംഗ്ഷൻ ഫുൾ റീസെറ്റ് ആവും. നമ്മൾ ഫ്ലോട്ടിംഗ്, അതായത് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അത് ഇങ്ങനെ വിടുക, കണക്ഷൻ ഒന്നും കൊടുക്കാതെ വിടുന്നതിനാണ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് ആയിട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ
അത് അൺസ്റ്റേബിൾ ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. പല സമയത്തും പല രീതിയിലായിരിക്കും ഇത് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് പോസിറ്റീവിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് പവർ സപ്ലൈ ഗ്രൗണ്ട് പിൻ ആണ്. ഇത് ഡയറക്റ്റ്ലി ഗ്രൗണ്ട് കൊടുക്കണം. ഇത് കൺട്രോൾ പിൻ ആണ്. ഈ പിന്നിൽ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ചിട്ട് ഈ ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന് വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഗ്രൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിഗർ പിന്നും ത്രെഷോൾഡ് പിന്നും വെച്ചിട്ടാണ് ഇതിന്റെ യഥാർത്ഥ ഫംഗ്ഷൻ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഈ 5 വോൾട്ടിൽ നിന്ന് വരുന്ന വോൾട്ടേജ് അക്കോർഡിംഗ് ടു ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ, ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് വൺ ലൂപ്പ്, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഒരു ലൂപ്പിന് എന്ന് പറയുന്നത് സം ഓഫ് ദ വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും. ഇവിടെ 5 വോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 10K രണ്ട് റെസിസ്റ്റൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിവൈഡർ ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ 2.5 വോൾട്ട് വരുന്നു. വ്യക്തമായല്ലോ. സോ ഈ 2.5 വോൾട്ട് ആണ് ട്രിഗറിലേക്കും ത്രെഷോൾഡിലോട്ടും നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഔട്ട്പുട്ടിൽ 0 വോൾട്ടേജ് ആണ്. ഓക്കെ, സോ ആദ്യം നമുക്ക് ഈ ട്രിഗർ പിന്നിനെ പറ്റി മനസ്സിലാക്കണം. ഈ ട്രിഗർ പിന്നിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1/3 VCCയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആവും. ഓക്കെ, അതുപോലെ തന്നെ ത്രെഷോൾഡ് പിന്നിന്റെ വോൾട്ടേജ് VCCയിൽ കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആവും. ഓക്കെ, സോ ഇപ്പോൾ ലോ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് വഴി ഇപ്പോൾ കപ്പാസിറ്ററിൽ ഒരു വോൾട്ടേജും ഇല്ല. നമ്മൾ ഇത് സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ട്രിഗർ പിന്നിന്റെ, അതായത് ട്രിഗർ പിന്നും ത്രെഷോൾഡ് പിന്നും നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ കപ്പാസിറ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ 2.5 വോൾട്ട് എന്നുള്ളത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേക്ക് താഴോട്ട് പോകും. അതായത് 2.5ൽ നിന്നും താഴേക്ക് പോകും. അത് നിങ്ങൾക്ക് ഇവിടെ ഈ ഗ്രാഫിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഔട്ട്പുട്ട് ഓഫ് ആണ് ഇപ്പോൾ. അപ്പോൾ ഈ 2.5ൽ നിന്ന് താഴേക്ക് പോകുമ്പോഴത്തേക്കും എന്താണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? ട്രിഗർ പിന്നിലെ വോൾട്ടേജ് 1/3 VCCയിൽ താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ വോൾട്ടേജ് ഈ 2.5 എന്നുള്ളത് താഴോട്ട് പോകും, ഔട്ട്പുട്ട് ഹൈ ആവും. ഓക്കെ, അതുപോലെ തന്നെ ത്രെഷോൾഡ് പിന്ന്, 6th പിന്നാണ് ത്രെഷോൾഡ് പിന്ന്. ഈ ത്രെഷോൾഡ് പിന്ന് 2/3 VCCയിൽ കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കപ്പാസിറ്ററിൽ വോൾട്ടേജ് ഒന്നും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കപ്പാസിറ്റർ ചാർജ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വോൾട്ടേജ് ഇങ്ങനെ ഈ കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്യുന്നത്. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്താണ് ഈ 2.5ൽ നിന്നും വോൾട്ടേജ് താഴേക്ക്, അതായത് VCC 5 വോൾട്ട് ആണ്, അതിൽ നിന്നും താഴേക്ക് പോകുന്നത്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2.5 വോൾട്ട് ആയിരുന്നു ഈ ഒരു ലൈനിൽ ഉണ്ടായിരുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത സമയത്ത് പെട്ടെന്ന് സഡൻ ആയിട്ട് 0യിലേക്ക് പോയി. അപ്പോൾ എന്ത് പറ്റി? ഔട്ട്പുട്ട് ഹൈ ആയി. ഓക്കെ, ഔട്ട്പുട്ട് ഹൈ ആകുമ്പോൾ എന്ത് പറ്റും? ഈ ഔട്ട്പുട്ട് ഹൈ ആയല്ലോ, ഈ ഔട്ട്പുട്ടിൽ നിന്നാണ് നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ആകുന്നതിന് വേണ്ടി തുടങ്ങും. 5 വോൾട്ടിലേക്ക് ചാർജ് ആകാൻ തുടങ്ങും. ഔട്ട്പുട്ട് ഇപ്പോൾ ഹൈ ആണ്. അങ്ങനെ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ഇവിടെ 5 വോൾട്ട് എത്തി. കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി. ഇപ്പോൾ 5 വോൾട്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് ഹൈ ആണ്. അപ്പോൾ ഇതേ ത്രെഷോൾഡിൽ തന്നെയാണ് നമ്മൾ ഈ സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഷോൾഡ് പിന്നിലെ വോൾട്ടേജ് 2/3 VCCയിൽ കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആവും. അപ്പോൾ ഇപ്പോൾ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എന്തായാലും 5 വോൾട്ട് ആണല്ലോ. അപ്പം നമ്മൾ ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2.5 വോൾട്ടിൽ നിന്നും, ഈ ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡറിന്റെ ഈ പോയിന്റിലുള്ള വോൾട്ടേജ് ആണ് 2.5 വോൾട്ട്, ഇതിൽ നിന്നും ഈ 5ലേക്ക് കൂടും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ. അപ്പോൾ എന്ത് പറ്റും? ഔട്ട്പുട്ട് ലോ ആവും. നോക്കാമല്ലോ നമുക്ക്. ഇവിടെ 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ വോൾട്ടേജ് കൂടും. അത് ഈ ഗ്രാഫിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. സോ പ്രസ് ചെയ്യുവാണ്.
ഉണ്ടോ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കൂടി. അപ്പോൾ ഔട്ട്പുട്ട് ഓഫായി. ഔട്ട്പുട്ട് ഓഫ് ആകുമ്പോൾ എന്ത് പറ്റി, ഇവിടുത്തെ വോൾട്ടേജ് കുറയുകയാണ്, കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ആവുകയാണ്. കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ആവണം ഗ്രാജുവലി. കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ആവുന്നു. ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട്, അപ്പോൾ ആ ഡിസ്ചാർജ് സമയം ഡിസൈഡ് ചെയ്യുന്നത് ഈ റെസിസ്റ്ററിന്റെ വാല്യൂ ആണ്. കപ്പാസിറ്റർ ചാർജ് ആകുന്ന സമയം ഡിസൈഡ് ചെയ്യുന്ന ഈ റെസിസ്റ്റർ വാല്യൂ ആണ്. സോ ഇപ്പം ഇതെന്തായാലും ഈ ഒരു 5 വോൾട്ടിൽ നിന്നും ഗ്രാജുവലായിട്ട് കുറഞ്ഞ് ഈ 1/3 വി സി സിയിൽ കുറഞ്ഞ ആ ഒരു സമയത്ത്, കുറഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വീണ്ടും ഹൈ ആവും. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഹൈ ആയി. ഔട്ട്പുട്ട് ഹൈ ആയപ്പോൾ ഫീഡ്ബാക്ക് വഴി വീണ്ടും കപ്പാസിറ്റർ ചാർജ് ആയി, 5 വോൾട്ടിലോട്ട് എത്തി. 5 വോൾട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്കും ഈ കണ്ടീഷൻ, സെയിം കണ്ടീഷൻ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവുന്നു, ഔട്ട്പുട്ട് ഓഫായി. ഇങ്ങനെയാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടി കാണിച്ചു തരാം. കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ആവുന്നു, ജസ്റ്റ് ഓൺ ചെയ്തു, 2 വോൾട്ട് ആ ഒരു റേഞ്ചിലോട്ട് എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യത്തില്ല. കാരണം അത് 2/3 വി സി സിയിൽ കൂടുതലാകണം, എങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഓഫ് ആവുകയുള്ളൂ. ഇതിപ്പോൾ ഒരു ടൈമിങ്ങിന്റെ ഒരു വിഷയം വന്നില്ല. അപ്പോൾ ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ SB1K അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. കാരണം പെട്ടെന്ന് ചാർജ് ആവുകയും ഡിസ്ചാർജ് ആവുകയും ചെയ്യും കപ്പാസിറ്റർ. നോക്കിക്കൊള്ളുക, ഉണ്ടാ. അതേസമയം ഈ കപ്പാസിറ്ററിന്റെ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടൈം കൂടും. പെട്ടെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ പോലെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യില്ല. കണ്ട, ഇതാണ് ടോഗിൾ സ്വിച്ച് എന്ന് പറഞ്ഞ് നിങ്ങളോട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് കൂടുതൽ സർക്യൂട്ടുകളും കുറച്ചുകൂടി കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള സർക്യൂട്ടുകളൊക്കെ വളരെ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഒരു മോട്ടിവേഷൻ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.